നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് തെർമൽ എഞ്ചിനീയറിംഗിലെ 4th മൊഡ്യൂളിലെ ഒരു പോർഷനാണ്, ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ. എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ? ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് എ transmission of energy from one region to another as a result of temperature gradient. എന്നാൽ ഹീറ്റ് എനർജി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ത് കാരണത്താൽ? ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണത്താൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയാം. മെയിനായിട്ട് 3 ടൈപ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്, അല്ലെങ്കിൽ 3 മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. 1 കണ്ടക്ഷൻ, 2 കൺവെക്ഷൻ, 3 റേഡിയേഷൻ. ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് 3 പ്രോസസ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഒരു ഗ്യാസ് സ്റ്റവ് അല്ലെങ്കിൽ ഇൻഡക്ഷൻ ഇതിൽ വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യാണ് ഒരു പാത്രത്തിലെ വെള്ളത്തിന്. ആ സമയത്ത് നമ്മൾ ബർണറിൽ നിന്ന് കൊടുക്കുന്ന ഹീറ്റ് വഴി ആ പാത്രം ചൂടാവും. പാത്രം ചൂടായി കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം ചൂടാവും. അങ്ങനെ ആ പാത്രത്തിൻ്റെ ഹാൻഡിൽ ഇവിടെ നമുക്ക് കാണാം, ഈ ഹാൻഡിൽ ചൂടാവുന്നുണ്ട്. ഈ ഹാൻഡിൽ ചൂടാവുന്ന പ്രോസസ്സ്, ആ പാത്രം ചൂടായി ഹാൻഡിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് ഹീറ്റ് കൊടുക്കുന്നില്ല. പക്ഷെ അത് കണ്ടക്ഷൻ വഴിയാണ് ആ ഹീറ്റ് ആ ഹാൻഡിൽ ചൂടായത്. ഇനി കൺവെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ ബോട്ടം പോർഷനിലുള്ള വെള്ളത്തിന് ആണ് ആദ്യം ഹീറ്റ് കിട്ടുക. അപ്പോൾ ആ ഹീറ്റ് കിട്ടുന്ന സമയത്ത് അതിൻ്റെ ഡെൻസിറ്റി കുറയുകയും ലെസ് ഡെൻസ് ആയിട്ടുള്ള പോർഷൻ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ മുകളിലുള്ള വാട്ടർ പോർഷന് അത്ര ഹീറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നല്ല ഡെൻസ് ആയതുകൊണ്ട് ഗ്രാവിറ്റി മൂലം അത് താഴേക്ക് വരും. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് കൺവെക്ഷൻ കറണ്ട് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ മീഡിയത്തിൻ്റെ ആവശ്യമില്ലാതെ കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഹീറ്റ് ടൈപ്പിനെയാണ് നമ്മൾ റേഡിയേഷൻ എന്ന് പറയുക. എന്നാൽ കണ്ടക്ഷനും കൺവെക്ഷനും ഒരു മീഡിയം ആവശ്യമാണ്. പക്ഷേ റേഡിയേഷന് ഒരു മീഡിയം ആവശ്യമില്ലാതെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് സണ്ണിൽ നിന്ന് ഹീറ്റ് എനർജി ഭൂമിയിലെത്തുന്ന പ്രോസസ്സ് ഒരു റേഡിയേഷന് എക്സാമ്പിളാണ്. ഇനി കണ്ടക്ഷൻ എന്താണെന്ന് ഒന്നുകൂടെ പറയുകയാണ്. ഇപ്പോൾ നമ്മളൊരു മെറ്റൽ റോഡ് എടുത്തിട്ട് തീയിൽ കാണിച്ച്, അപ്പോൾ നമ്മളെ കയ്യിലാണ് പിടിച്ചിട്ടുള്ളത്. ഒരറ്റം തീയിൽ കാണിച്ച് മറ്റേ അറ്റം നമ്മളെ കയ്യിൽ. അപ്പോൾ ആ മറ്റേ അറ്റം ചൂടാക്കി കഴിയുമ്പോൾ അത് ഹീറ്റ് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കൈ ചൂടാവാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സബ്സ്റ്റൻസിൻ്റെ ഒരു പാർട്ടിൽ നിന്നും മറ്റൊരു പാർട്ടിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സാണ് കണ്ടക്ഷൻ. അല്ലാന്നുണ്ടെങ്കിൽ 2 സബ്സ്റ്റൻസുകൾ ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സബ്സ്റ്റൻസിൽ നിന്ന് മറ്റൊരു സബ്സ്റ്റൻസിലേക്ക് മൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അതാണ് ആ സെൻറ്റൻസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി കൺവെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇസ് എ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് വിത്തിൻ എ ഫ്ലൂയിഡ് ബൈ മിക്സിംഗ് ഓഫ് വൺ പോർഷൻ ഓഫ് ദ ഫ്ലൂയിഡ് വിത്ത് അനദർ. ആണ് ഒരു ഹോട്ടും അല്ലെങ്കിൽ കോൾഡും അല്ലെങ്കിൽ കുറച്ച് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ള 2 ഫ്ലൂയിഡുകൾ അല്ലെങ്കിൽ 2 ഫ്ലൂയിഡ് പോർഷൻസുകൾ മിക്സ് ആവുന്ന പ്രോസസ്സാണ് അങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഫ്ലൂയിഡ് മീഡിയത്തിൽ മാത്രമാണ് പോസിബിൾ ആവുള്ളൂ. ഇത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നാച്ചുറൽ കൺവെക്ഷൻ അല്ലെങ്കിൽ ഫ്രീ കൺവെക്ഷൻ, മറ്റൊന്ന് ഫോഴ്സ്ഡ് കൺവെക്ഷൻ. നാച്ചുറൽ കൺവെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഫ്ലൂയിഡ് നാച്ചുറൽ ഡെൻസിറ്റിയുടെ ഡിഫറൻസ് മൂലം ഇത് മാറുന്ന ഹോട്ടും കോൾഡും താഴേക്കും മുകളിലേക്കും ആയി അത് കൺവെക്ഷൻ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ലെസ് ഡെൻസായ പോർഷൻ മുകളിലേക്കും നല്ല തിക്ക് ഡെൻസ് ആയിട്ടുള്ള ഡെൻസിറ്റി കൂടിയ പോർഷൻ ബോട്ടത്തിലേക്കും വന്നിട്ട് ഡൗൺവേർഡിലേക്കും വന്നിട്ട് വരുന്ന നല്ല ഡെൻസ് ആയിട്ടുള്ള പോർഷൻ താഴേക്ക് വരുന്നത് ഗ്രാവിറ്റി മൂലമാണ്. അങ്ങനെ നടക്കുന്നതിനെയാണ് നാച്ചുറൽ കൺവെക്ഷൻ അല്ലെങ്കിൽ ഫ്രീ കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കൺവെക്ഷൻ്റെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫാനോ അല്ലെങ്കിൽ ഒരു പമ്പോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ വർക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് പറയുക. ഓക്കെ,
ഇപ്പോൾ ഫോഴ്സ്ഡ് കൺവെക്ഷൻ വേണമെങ്കിൽ എക്സാമ്പിൾ നമുക്ക് പറയാം, നമ്മൾ ചായ ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചായയിലേക്ക് ഊതുക അല്ലെങ്കിൽ ഫാൻ ഇട്ടിട്ട് ഇത് ചെയ്യുക. അപ്പോൾ ഒരു ഫോഴ്സ്ഡ് കൺവെക്ഷനാണ്, അത് പെട്ടെന്ന് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, അതിനെയാണ് ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് പറയാം. റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ മീഡിയത്തിൻ്റെ ആവശ്യമില്ലാതെ നടക്കുന്ന എല്ലാ ഹീറ്റ് ട്രാൻസ്ഫറിനെയും നമ്മൾ റേഡിയേഷൻ എന്നാണ് പറയാം. ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ത്രൂ എ സ്പേസ് ഓർ മാറ്റർ ബൈ മീൻസ് ഓഫ് അതർ ദാൻ കണ്ടക്ഷൻ ഓർ കൺവെക്ഷൻ. കണ്ടക്ഷനും കൺവെക്ഷനും അല്ലാത്ത എല്ലാ ഇതിനെയും നമ്മൾ റേഡിയേഷനിലാണ് പെടുത്തിയിട്ടുള്ളത്. ഓൾ ബോഡീസ് റേഡിയേറ്റ് ഹീറ്റ്, സോ എ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ റേഡിയേഷൻ ഒക്കേഴ്സ് ബിക്കോസ് ഓഫ് ഹോട്ട് ബോഡി എമിറ്റ്സ് മോർ ഹീറ്റ് ദാൻ ഇറ്റ് റിസീവ്സ്. കോൾഡ് ബോഡി റിസീവ്സ് മോർ ഹീറ്റ് ദാൻ എമിറ്റ്. എന്നാൽ ഹോട്ട് ബോഡിയും കോൾഡ് ബോഡിയും, എന്നാൽ ഹോട്ട് ബോഡി എപ്പോഴും കൂടുതൽ എമിറ്റ് ചെയ്യുകയാണ് ചെയ്യുക, ഹോട്ട് ബോഡി എപ്പോഴും കൂടുതൽ എമിറ്റ് ചെയ്യുകയാണ് ചെയ്യുക, കോൾഡ് ബോഡി എപ്പോഴും കൂടുതൽ റിസീവ് ചെയ്യുകയാണ് ചെയ്യുക. റേഡിയൻ എനർജി റിക്വയർസ് നോ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ ആൻഡ് വിൽ പാസ് ത്രൂ ദ വാക്വം. റേഡിയേഷൻ എനർജിക്ക് ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല പ്രൊപ്പഗേറ്റ് ചെയ്യാനും, അപ്പം അത് വാക്വത്തിലൂടെ പാസ് ചെയ്യും. ഇനി കണ്ടക്ഷനിൽ വരുന്ന ഒരു ലോ ആണ്, ഒരു ബേസിക് ലോ ആണ് ഫോറിയേഴ്സ് ലോ ഓഫ് കണ്ടക്ഷൻ. എന്താണ് പറയുന്നത് വെച്ചാൽ, ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ത്രൂ എ സിമ്പിൾ ഹോമോജീനിയസ് സോളിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ദ സെക്ഷൻ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ഫ്ലോ ആൻഡ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ദ ലെങ്ത് ഓഫ് ദ പാത്ത് ഓഫ് ഹീറ്റ് ഫ്ലോ. എന്നാൽ ഒരു സോളിഡ് ഹോമോജീനിയസ് സോളിഡ് ഇതിലൂടെ പാസ് ചെയ്യുന്ന ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ റേറ്റ് എന്തിനൊക്കെ പ്രൊപ്പോർഷണലാണ്? ആ ഹീറ്റ് പാസ് ചെയ്യുന്ന ഫ്ലോക്ക് ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയക്ക്, പിന്നെ അവിടുത്തെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ലെങ്ത്. എന്നാൽ ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത് നമുക്കത് നോക്കാം, അതിൻ്റെ എക്സ്പ്രഷൻ നോക്കാം. Q പ്രൊപ്പോർഷണൽ ടു A ഇൻറ്റു dT/dx. dT/dx എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ആണ്. dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. കാരണം അതിൻ്റെ ഒരു അറ്റത്തിൽ നിന്ന് മറ്ററ്റത്തിലേക്കുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ്. dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡിയുടെ തിക്നെസ് ആണ്, കാരണം എത്ര ഡയറക്ഷനിലാണ് അത് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളതാണ്. A എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള, കാരണം ഹീറ്റ് ഫ്ലോക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയയാണ്. Q എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഫ്ലോ ത്രൂ എ ബോഡി പെർ യൂണിറ്റ് ടൈം. അപ്പോൾ ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് Q = -KA dT/dx. ആ മൈനസ് വരാനുള്ള കാരണം എപ്പോഴും ടെമ്പറേച്ചർ കൂടിയെടുത്തുനിന്നാണ് കുറഞ്ഞെടുത്തേക്ക്, നമ്മൾ കൂടിയെടുത്തുനിന്നാണ് കുറഞ്ഞെടുത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവുക. അപ്പോൾ ഈ എപ്പോഴും ടെമ്പറേച്ചർ കുറയുകയാണ്, dt എന്നുള്ളത് കുറയുകയാണ് അലോങ് എക്സ് ഡയറക്ഷൻ, അല്ലെങ്കിൽ നമ്മളെ തിക്നെസ് കൂടുന്ന അങ്ങോട്ട് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ എപ്പോഴും അത് dT/dx എന്നുള്ള വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് Q ഓൾവേസ്, നമ്മൾ ഈ ഓൾറെഡി ഒരു നെഗറ്റീവ് സൈൻ എടുത്തുകൊണ്ട് Q എപ്പോഴും പോസിറ്റീവാണ് കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് നെഗറ്റീവ് സൈൻ എടുത്തത്. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ബോഡി. അത് ഓരോ മെറ്റീരിയലിനും ഡിഫറെൻ്റ് ആയിരിക്കും തെർമൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, ഇനി എന്താണ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് എ മെറ്റീരിയൽ? ഇതാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് എനർജി കണ്ടക്റ്റഡ് ത്രൂ എ ബോഡി ഓഫ് യൂണിറ്റ് ഏരിയ ആൻഡ് യൂണിറ്റ് തിക്നെസ് ഇൻ യൂണിറ്റ് ടൈം when the difference in temperature between the phases causing the heat flow is unit temperature difference. നമ്മളൊരു യൂണിറ്റ് കണ്ടുപിടിക്കാൻ, ഒരു ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ അതിലുള്ള എല്ലാ പാരാമീറ്റേഴ്സും യൂണിറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഉള്ള ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. നമ്മളെ ഇക്വേഷൻ, നമ്മളെ ഫോറിയർ ലോ എന്ന് പറഞ്ഞാൽ Q = KA dT/dx ആയിരുന്നു. അതിന്ന് K എന്താണെന്ന് വെച്ചാൽ, K എന്താണെന്ന് നമുക്ക് കിട്ടും. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K = Q/A dx/dt എന്നുള്ളതാണ് കെയുടെ ഇക്വേഷൻ. അതിൽ എല്ലാത്തിനും A1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഹീറ്റ് വാല്യൂ ആണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Wm/m അല്ലെങ്കിൽ Wm/m². Wm/m ആണ് തെർമൽ കണ്ടക്ടിവിറ്റി കെയുടെ യൂണിറ്റ്, അല്ലെങ്കിൽ Wm/°C. ഓക്കെ,
ഇനി കണ്ടക്ഷൻ ത്രൂ എ പ്ലെയിൻ വാൾ. ഒരു പ്ലെയിൻ ആയിട്ടുള്ള വാളിലൂടെ കണ്ടക്ഷൻ നടക്കുമ്പോൾ അത് എങ്ങനെ നമുക്ക് കണ്ടെത്താം എന്നുള്ളതാണ് ഇക്വേഷനിലൂടെ കണ്ടെത്താം. ഇപ്പോൾ ഇവിടെ ഒരു വാള് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ടെമ്പറേച്ചർ T1 റൈറ്റ് സൈഡിലുള്ള ടെമ്പറേച്ചർ T2 ആണ്. കാരണം T1 ആണ് ഹയർ ടെമ്പറേച്ചർ, T2 ലോവർ ടെമ്പറേച്ചർ ആണ്. കാരണം എപ്പോഴും ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. അവിടെ ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. എക്സ് എന്നുള്ളത് ആ വാളിൻ്റെ തിക്നെസ് ആണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദ സ്ലാബ്, കെ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ ബോഡി, പിന്നെ ടൈമിൻ്റെ T എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ഇക്വേഷൻ എങ്ങനെ വരികയെന്ന് വെച്ചാൽ Q ഈക്വൽ ടു ഫൊറിയർ ലോ വെച്ചിട്ട് നമുക്ക് എഴുതാം. Q ഈക്വൽ ടു KA ഇൻറ്റു DT/dx. KA DT എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. അപ്പോൾ T1 മൈനസ് T2, ഹയർ ടെമ്പറേച്ചർ മൈനസ് ലോവർ ടെമ്പറേച്ചർ, DX എന്നുള്ളത് ഇവിടെ എക്സ് ആണ്. കാരണം എക്സ് മൈനസ് 0 എന്നാണ് വരിക. അപ്പോൾ DX എന്ന് വരും. ഇനി അത് T ടൈമിൽ എത്ര ഹീറ്റ് ഫ്ലോ നടക്കുന്നുണ്ടെന്ന് കാണാൻ T കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. K ഇൻറ്റു A ഇൻറ്റു T1 മൈനസ് T2 ഇൻറ്റു T ഡിവൈഡ് ബൈ എക്സ്. ഇനി ഇതൊരു സിംഗിൾ വാളായിരുന്നു നമ്മൾ നേരത്തെ കണ്ടത്. ഇനി ഒരു കോമ്പോസിറ്റ് വാള്, ഡിഫറെൻറ്റ് മെറ്റീരിയൽ ഉള്ള ഡിഫറെൻറ്റ് തിക്നെസ്സിലുള്ള, അപ്പോൾ ഒരു നമ്മളെ വീടിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ബിൽഡിങ്ങുകളുടെ ഒക്കെ ഇതെടുക്കാം. അതിൽ എന്തൊക്കെ ഉണ്ടാവും? നമ്മളെ പ്ലാസ്റ്റർ ഉണ്ട്, തേപ്പ് ഉണ്ടാവും, അതുപോലെ കല്ലുണ്ടാവും, അല്ലെങ്കിൽ ഇഷ്ടിക ഉണ്ടാവും. അത് ചിലപ്പം കോൺക്രീറ്റ് വാളാണെങ്കിൽ കോൺക്രീറ്റ്. ഇതിൻ്റെയൊക്കെ പല മെറ്റീരിയലാണ്. അപ്പം പല മെറ്റീരിയൽ ആകുമ്പോൾ പല തെർമൽ കണ്ടക്ടിവിറ്റി ആയിരിക്കും. ചിലപ്പം ഗ്ലാസ് ഉണ്ടാവും, വുഡ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ പല മെറ്റീരിയലുകൾ ചേർന്ന് ഇതിൽ ഹീറ്റ് ട്രാൻസ്ഫർ കാണാനുള്ള ഇതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഡിഫറെൻറ്റ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതിന് ഡിഫറെൻറ്റ് തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടാവും, അതുപോലെ ഡിഫറെൻറ്റ് തിക്നെസ്സും ആയിരിക്കും. X1 എന്നുള്ളത് ഫസ്റ്റ് രണ്ട് മെറ്റീരിയലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ 2, 3, 4 ഒക്കെ ആവാം. X1 എന്നുള്ളത് ഫസ്റ്റ് മെറ്റീരിയലിൻ്റെ തിക്നെസ്, K1 എന്നുള്ളത് ഫസ്റ്റ് മെറ്റീരിയലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി, അതുപോലെ X2, K2. T1 എന്നുള്ളത് നമ്മളെ ഇനീഷ്യൽ ടെമ്പറേച്ചർ, കാരണം ഏറ്റവും ലെഫ്റ്റ് സൈഡിലെ ടെമ്പറേച്ചർ. T3 എന്ന് പറഞ്ഞാൽ ഔട്ടർ ടെമ്പറേച്ചർ. T2 എന്നുള്ളത് രണ്ട് മെറ്റീരിയലുകളുടെ നടുക്കുള്ള ജംഗ്ഷൻ ടെമ്പറേച്ചറാണ് T2. A എന്നുള്ളത് സർഫസ് ഏരിയ ഓഫ് ദ വാൾ. ഇനി നമ്മൾ ഫസ്റ്റ് സെക്ഷനിലെ Q നമുക്ക് കാണുകയാണ് ഫൊറിയർ ലോ വെച്ചിട്ട്. K1A ഇൻറ്റു T1 മൈനസ് T2 ഡിവൈഡ് ബൈ X1. ഇനി അതിൽ നിന്ന് T1 മൈനസ് T2 എന്താണെന്ന് നമ്മൾ കാണുകയാണ്. T1 മൈനസ് T2 എന്താണെന്ന് നോക്കി. അപ്പോൾ കിട്ടിയതാണ് നമുക്ക് ഇക്വേഷൻ. Q/A ഇൻറ്റു X1 ബൈ K2. അതുപോലെ സെക്ഷൻ 2ൽ T2 മൈനസ് T3. ഇവിടെ രണ്ടാമത്തെ ടേം T2 മൈനസ് T3 Q/A ഈക്വൽ ടു ഇൻറ്റു X2 ബൈ K2. ഇനി ഈ രണ്ട് ഇക്വേഷനും കൂടെ നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ T1 മൈനസ് T3, T2 എന്നുള്ളത് കട്ടായിപ്പോയി. ഇവിടെ മൈനസ് T2 ഉണ്ട്, ഇവിടെ മൈനസ് T2 വരും, ഇവിടെ പ്ലസ് T2 വരും. അപ്പോൾ കട്ടായി പോവും. T1 മൈനസ് T3 ഈക്വൽ ടു Q/A ഇൻറ്റു X1 ബൈ K1 പ്ലസ് X2 ബൈ K2. അങ്ങനെ ആ അതിൽ നിന്ന് Q കാണുകയാണ്. A ഇൻറ്റു T1 മൈനസ് T3, പിന്നെ ആ X ബൈ K1 ഡിനോമിനേറ്ററിൽ പോയി, അതിന് എനും കൂടെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോയി. അവസാനം നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി. T1 മൈനസ് T3 ഡിവൈഡ് ബൈ സിഗ്മ സമ്മേഷൻ ഓഫ് X ബൈ KA. ആ എത്ര മെറ്റീരിയൽ ഉണ്ടെങ്കിലും അതിൻ്റെ ആ മെറ്റീരിയലിൻ്റെ തിക്നെസ് ഡിവൈഡ് ബൈ അതിൻ്റെ മെറ്റീരിയലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി ഇൻറ്റു A. അങ്ങനെ X1 ബൈ K1 A പ്ലസ് X2 ഡിവൈഡ് ബൈ K2 A പ്ലസ് X3 ഡിവൈഡ് ബൈ K3, അങ്ങനെ എക്സെട്ര. അത് എത്ര എണ്ണം ഉണ്ടോ അത്രയും നമുക്ക് അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും അവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ. ഇനി ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഇതിനെ ന്യൂട്ടൺ റിക്മാൻ ഇക്വേഷൻ എന്നും കൂടെ പറയുന്നുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ന്യൂട്ടൺ റിക്മാൻ ഇക്വേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് കൺവെക്ഷനെ ബേസ് ചെയ്യുന്ന ഇക്വേഷനാണ്. ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം എ ഹോട്ട് ബോഡി ടു എ കോൾഡ് ബോഡി is directly proportional to the surface area and difference of temperature between two bodies. Q is equal to HA into TS minus TF. TS എന്നുള്ളത് സർഫസ് ടെമ്പറേച്ചർ ആണ്, TF എന്നുള്ളത് ഫ്ലൂയിഡ് ടെമ്പറേച്ചർ ആണ്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ എക്സ്പോസ്ഡ് ടു ഹീറ്റ് ട്രാൻസ്ഫർ. Q എന്നുള്ളത് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്. H എന്നുള്ളത് ഇവിടുത്തെ
എച്ച് എന്നുള്ളത് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ എന്നാണ് പറയുക. അതിൻ്റെ യൂണിറ്റ് വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ. നേരത്തെ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ഇത് നമ്മൾ പഠിച്ചത് വാട്ട് പെർ മീറ്റർ കെൽവിൻ ആയിരുന്നു. ഇവിടെ വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ ആണ്. ഡിനോമിനേറ്ററിൽ ഒരു മീറ്ററിൻ്റെ കൂടുതലുണ്ട്. അപ്പോൾ യൂണിറ്റ് ശ്രദ്ധിക്കുക. ഇനി റേഡിയേഷൻ്റെ ഒന്ന് രണ്ട് ടേമുകളോട് പഠിക്കാനുണ്ട്. എ ഹീറ്റഡ് ബോഡി വെൻ എ പ്ലേസ്ഡ് ഇൻ വാക്വം ലോസസ്. വാക്വത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് നഷ്ടപ്പെടും. ഇൻ ദ ആബ്സെൻസ് ഓഫ് മെറ്റീരിയൽ മീഡിയം ഹീറ്റ് കനോട്ട് ബി ലോസ് ബൈ കണ്ടക്ഷൻ ഓർ കൺവെക്ഷൻ. കാരണം വാക്വത്തിൽ ഒരു മീഡിയം ഇല്ല, അപ്പം അവിടെ കണ്ടക്ഷൻ വഴിയോ കൺവെക്ഷൻ വഴിയോ ഹീറ്റ് ലോസ് ആവില്ല. അപ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് റേഡിയേഷൻ വഴിയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നത്. എന്താ ക്ലാസിക് എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഹീറ്റ് എനർജി സണ്ണിൽ നിന്ന് ഹീറ്റ് എനർജി ഭൂമിയിലേക്ക് എത്തുന്നത് ബെസ്റ്റ് റേഡിയേഷൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ്. ദ ഇൻസിഡൻറ്റ് എനർജി ഈസ് പാർട്ട്ലി അബ്സോർബ്ഡ്, പാർട്ട്ലി റിഫ്ലക്റ്റഡ് ആൻഡ് ദ ഫ്രാക്ഷൻ ഓഫ് ഇറ്റ് പാസസ് ത്രൂ ദ ബോഡി. ആണ് ഒരു ബോഡിയിൽ വന്ന് പതിക്കുന്ന ഹീറ്റ് എനർജി, ഇൻസിഡൻറ്റ് എനർജി കുറച്ച് അബ്സോർബ് ചെയ്യുന്നുണ്ട്, കുറച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, അതിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇൻസിഡൻറ്റ് റേഡിയേഷൻ ജി എന്ന് കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പാർട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്, അതിനെ ജി ആർ എന്ന് വിളിച്ചു. കുറച്ച് പാർട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്, അതിനെ ജി എ എന്ന് വിളിച്ചു. കുറച്ച് പോർഷൻ ട്രാൻസ്മിറ്റ് ചെയ്ത് അതിലൂടെ ആ മെറ്റീരിയലിലൂടെ കടന്നുപോയി, അതിനെ ജി ടി എന്ന് വിളിച്ചു. അപ്പോൾ നമ്മൾ എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചു. നാം വരുന്ന സ്പ്ലിറ്റായി പോയ എനർജികളുടെ സമ്മ് ജി എ പ്ലസ് ജി ആർ പ്ലസ് ജി ടി ഈക്വൽ ടു ജി. ജി ആണ് വന്ന എനർജി, അത് ജി എ ജി ആർ ജി ടി ആയിട്ട് സ്പ്ലിറ്റായി. അപ്പോൾ ആ ഇക്വേഷനെ നമ്മൾ എല്ലാത്തിനെയും ജി കൊണ്ട് ഡിവൈഡ് ചെയ്തു. ജി എ ബൈ ജി പ്ലസ് ജി ആർ ബൈ ജി പ്ലസ് ജി ടി ബൈ ജി ഈക്വൽ ടു ജി ബൈ ജി. അപ്പോൾ ജി എ ബൈ ജി എ ആൽഫ, ജി ആർ ബൈ ജി എ റോ, ജി ടി ബൈ ജി എ ടോ എന്ന് എഴുതി. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സോർപ്റ്റിവിറ്റി, ഫ്രാക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ അബ്സോർബ്ഡ്. എന്നാൽ എത്രത്തോളം വന്ന ഇൻസിഡൻറ്റ് റേഡിയേഷനിൽ നിന്ന് എത്രത്തോളം ഹീറ്റ് അബ്സോർബ് ചെയ്തു എന്നുള്ളതാണ് അബ്സോർപ്റ്റിവിറ്റി മീൻസ് ചെയ്യുന്നത്. ആൽഫ എന്നുള്ള ലെറ്റർ മീൻസ് ചെയ്യുന്നത്. അടുത്തത് റിഫ്ലക്റ്റിവിറ്റി, റോ, ഫ്രാക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ റിഫ്ലക്റ്റഡ്, എത്രത്തോളം വന്ന റേഡിയേഷൻ എത്ര പോർഷൻ റിഫ്ലക്റ്റ് ചെയ്ത് പോയി എന്നുള്ളതാണ് റോ കൊണ്ട് മെൻഷൻ ചെയ്യുന്നത്. അടുത്തത് ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റിവിറ്റി, എന്നാൽ എത്രത്തോളം ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്തു പോയി, ഫ്രാക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ട്രാൻസ്മിറ്റഡ്, അതാണ് ടോ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി അബ്സോർപ്റ്റിവിറ്റി, റിഫ്ലക്റ്റിവിറ്റി, ട്രാൻസ്മിസിവിറ്റി എന്നുള്ളത് നമുക്ക് നോക്കാം. അബ്സോർപ്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് റേഡിയേഷൻ എനർജി ഇൻസിഡൻറ്റ് അപ്പോൺ ദ ഫ്രം ഓൾ ഡയറക്ഷൻ ആൻഡ് ഓൾ ഓവറോൾ വേവ് ലെങ്ത്. കാരണം എല്ലാ വേവ് ലെങ്ത്തിലും എല്ലാ ഡയറക്ഷനിൽ നിന്നും വരുന്ന എല്ലാ അബ്സോർബ് ചെയ്ത പോർഷനെയും എത്രത്തോളം പതിച്ച ഇതിൽ നിന്ന് എത്രത്തോളം അബ്സോർബ് ചെയ്ത് പോയി എന്നുള്ളതാണ് അബ്സോർപ്റ്റിവിറ്റി. അതുപോലെ റിഫ്ലക്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡയറക്ഷനിൽ നിന്ന് വന്നതും എല്ലാ വേവ് ലെങ്ത്തിൽ വന്നതും എത്രത്തോളം റിഫ്ലക്റ്റ് ചെയ്ത് പോയി എന്നുള്ളതാണ് റിഫ്ലക്റ്റഡ് ബാക്ക് ഇൻ ടു സ്പേസ്, അതാണ് റിഫ്ലക്റ്റിവിറ്റി. ട്രാൻസ്മിസിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷൻ ഓഫ് ഇൻസിഡൻറ്റ് എനർജി എത്രത്തോളം ട്രാൻസ്മിറ്റ് ചെയ്തു പോയി, അതിനകത്തൂടെ കടന്നുപോയി, ആ മെറ്റീരിയലിനകത്തൂടെ പാസ് ചെയ്ത് പോയി എന്നുള്ളതാണ് ട്രാൻസ്മിസിവിറ്റി നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ മൂന്ന് ടേമും ആൽഫ, റോ ആൻഡ് ടോ. ഇനി ബ്ലാക്ക് ബോഡി ആൻഡ് ഗ്രേ ബോഡി. ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്യൂല, ട്രാൻസ്മിറ്റ് ചെയ്യൂല, വരുന്ന എനർജിയെ റിഫ്ലക്റ്റും ചെയ്യില്ല, ട്രാൻസ്മിറ്റും ചെയ്യില്ല, ഓൺലി അബ്സോർപ്ഷൻ. വരുന്ന എനർജിയെ മുഴുവൻ അബ്സോർബ് ചെയ്യുന്ന ബോഡിക്ക് പറയുന്ന പേരാണ് ബ്ലാക്ക് ബോഡി. അപ്പോൾ അവിടെയുള്ള ആൽഫയുടെ വാല്യൂ 1 ആയിരിക്കും. കാരണം വരുന്നത് മുഴുവൻ അബ്സോർബ് ചെയ്യാണ്. അവിടെ റോ 0 ആയിരിക്കും, ടോ 0 ആയിരിക്കും. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ആൽഫ പ്ലസ് റോ പ്ലസ് ടോ ഈക്വൽ ടു 1. ഇവിടെ ആൽഫ 1 ആണെങ്കിൽ പിന്നെ മറ്റേത് രണ്ടും റോയും റിഫ്ലക്റ്റിവിറ്റിയും ട്രാൻസ്മിറ്റിവിറ്റിയും 0 ആയിരിക്കും. ഓക്കെ. ഇനി ഗ്രേ ബോഡി. ഗ്രേ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് നാച്ചുറൽ നമ്മൾ ഉള്ള മറ്റെല്ലാത്തിനും കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ഗ്രേ ബോഡി. അവിടെ ആൽഫ ഉണ്ടാവും, റോ ഉണ്ടാവും, ടോ ഉണ്ടാവും.
അത് കുറച്ച് അബ്സോർബ് ചെയ്യും, കുറച്ച് റിഫ്ലക്റ്റ് ചെയ്യും, കുറച്ച് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതാണ് ഗ്രേ ബോഡി എന്ന് പറയുന്നത്. ഇനി ഒരു ലോ പറയുന്നുണ്ട്, സ്റ്റീഫാൻസ് ബോൾട്സ്മാൻ ലോ. ഈ ലോ പറയുന്നത് എന്താ വെച്ചാൽ എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോർത്ത് പവർ ഓഫ് ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ബ്ലാക്ക് ബോഡി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോർത്ത് പവർ ഓഫ് ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇത് പ്രോബ്ലം ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കെൽവിനിലാണ്. ആണ് ടെമ്പറേച്ചർ ഈസ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇ ബി ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ടി റേസ് ടു 4. ഇ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി, സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീഫാൻസ് ബോൾട്സ്മാൻസ് കോൺസ്റ്റൻറ്റ്. ആ ലോൻ്റെ അതേ നെയിം തന്നെയാണ് അതിൻ്റെ കോൺസ്റ്റൻറ്റ് അറിയപ്പെടുന്നത്. അതിൻ്റെ വാല്യൂ 5.67 ഇൻറ്റു 10⁻⁸ വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ റൈസ് ടു 4. ഇനി ഹീറ്റ് എക്സ്ചേഞ്ചർ. എന്താണ് ഹീറ്റ് എക്സ്ചേഞ്ചർ? ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻറ്റ്. അവിടെ എന്തൊക്കെ വേണം? ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യിക്കാൻ, ഹോട്ട് ബോഡിയിൽ നിന്ന് ഹോട്ട് ഫ്ലൂയിഡിൽ നിന്നും കോൾഡ് ഫ്ലൂയിഡിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുക. അതിനെയാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ പറയുക. അതിന് മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ആയിരിക്കണം, മിനിമം ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം, അതുപോലെ മിനിമം റണ്ണിങ് കോസ്റ്റും ആയിരിക്കണം. അതിന് എക്സാമ്പിളാണ് ഇൻ്റർകൂളർ, പ്രീ ഹീറ്റർ, അതുപോലെ കണ്ടൻസർ, ഇവാപ്പറേറ്റർ, നമ്മൾ റെഫ്രിജറേഷനിൽ ഉപയോഗിക്കുന്ന കണ്ടൻസർ, ഇവാപ്പറേറ്റർ, അതുപോലെ ഓട്ടോമൊബൈലിൽ റേഡിയേറ്റേഴ്സ്, ഇതെല്ലാം ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിന് എക്സാമ്പിളാണ്. ഇനി അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമുക്ക് നോക്കാനുള്ളത്. നേച്ചർ ഓഫ് അക്കോർഡിംഗ് ടു ഹീറ്റ് എക്സ്ചേഞ്ച്, നേച്ചർ ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ച് പ്രോസസ്സ്, എങ്ങനെയാണ് അത് ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നത്, അത് നേച്ചർ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് കോണ്ടാക്ട് ഹീറ്റ് എക്സ്ചേഞ്ചറും ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ഹീറ്റ് എക്സ്ചേഞ്ചറും. ഡയറക്റ്റ് കോണ്ടാക്ട് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞാൽ ഹോട്ട് ഫ്ലൂയിഡും കോൾഡ് ഫ്ലൂയിഡും മിക്സ് ആയിട്ടാണ് ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞാൽ ഹോട്ട് ഫ്ലൂയിഡും കോൾഡ് ഫ്ലൂയിഡും മിക്സ് ആവുന്നില്ല. അത് ഇൻഡയറക്ട്ലി പൈപ്പിലൂടെ ഡക്റ്റിലൂടെയൊക്കെയാണ് പാസ് ചെയ്യുന്നത്. ഡയറക്റ്റ് കോണ്ടാക്ട് ഹീറ്റ് എക്സ്ചേഞ്ചറിന് എക്സാമ്പിളാണ് കൂളിംഗ് ടവർ. ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ഹീറ്റ് എക്സ്ചേഞ്ചറിന് അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, റീജനറേറ്ററും റീകൂപ്പറേറ്ററും. അപ്പോൾ റീജനറേറ്ററിന് എക്സാമ്പിളാണ് IC എഞ്ചിന്, അതുപോലെ ഗ്യാസ് ടർബൈനൊക്കെ. റീകൂപ്പറേറ്റേഴ്സിന് എക്സാമ്പിളാണ് ഓട്ടോമൊബൈൽ റേഡിയേറ്റർ, ഇൻ്റർകൂളർ, കണ്ടൻസർ. ഇതെല്ലാം റീകൂപ്പറേറ്ററിലൊക്കെ പൈപ്പിലൂടെ അല്ലെങ്കിൽ ട്യൂബിലൂടെ ആയിരിക്കും ഹോട്ട് ഫ്ലൂയിഡും കോൾഡ് ഫ്ലൂയിഡും പാസ് ചെയ്യുന്നത്. ഇനി അക്കോർഡിംഗ് ടു റിലേറ്റീവ് ഡയറക്ഷൻ ഓഫ് ഫ്ലൂയിഡ് മോഷൻ, ഫ്ലൂയിഡ് മോഷൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ഇതിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ, രണ്ടാമത്തേത് കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ, മൂന്നാമത്തേത് ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഫസ്റ്റ് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ലെങ്കിൽ യൂണി ഡയറക്ഷൻ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഇതിൽ രണ്ട് ഫ്ലൂയിഡ് സ്ട്രീമാണ്, ഹോട്ടും ഉണ്ട് കോൾഡും ഉണ്ട്. ആ ഹോട്ട് ഫ്ലൂയിഡും കോൾഡ് ഫ്ലൂയിഡും ട്രാവലിംഗ് സെയിം ഡയറക്ഷൻ. സെയിം ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് തുടങ്ങി റൈറ്റിൽ അവസാനിക്കുക. കാരണം ഒരേ ഡയറക്ഷനിലാണ് പാസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം രണ്ടും ലെഫ്റ്റിൽ നിന്ന് എൻ്റർ ചെയ്തു, റൈറ്റിൽ ലീവ് ചെയ്തു. അപ്പോൾ ദ ടു സ്ട്രീംസ് എൻ്റർ അറ്റ് വൺ എൻഡ് ആൻഡ് ലീവ് അറ്റ് അതർ എൻഡ്. ഇത് എക്സാമ്പിളാണ് ഓയിൽ കൂളർ, വാട്ടർ ഹീറ്റർ എല്ലാം. കാരണം ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ കുറയും, ആ കുറയുന്ന ടെമ്പറേച്ചർ കോൾഡ് ഫ്ലൂയിഡിന് കിട്ടും. അപ്പോൾ കോൾഡ് ഫ്ലൂയിഡിന് ടെമ്പറേച്ചർ ഗെയിൻ ഉണ്ടാവും. ഓക്കെ, അതാണ് ആ ഗ്രാഫിൽ കാണിച്ചിട്ടുള്ളത്. THIയും THOയും അതുപോലെ TCIയും TCOയും. ഇനി കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരൽ ഫ്ലോൻ്റെ നേരെ ഓപ്പോസിറ്റ്. രണ്ട് ഫ്ലൂയിഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. ഹോട്ടും കോൾഡും ഫ്ലൂയിഡ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് എൻ്റർ ചെയ്യുക. അപ്പോൾ ലീവ് ചെയ്യലും ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും. കാരണം ഇവിടെ ഹോട്ട് ഫ്ലൂയിഡ് ഫിഗറിൽ കാണിച്ചാൽ ഹോട്ട് ഫ്ലൂയിഡ് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കും, കോൾഡ് ഫ്ലൂയിഡ് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കുമാണ് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഗ്രാഫാണ്, ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫാണ് കാണിച്ചിട്ടുള്ളത്. ഹോട്ട് ഫ്ലൂയിഡിന് ടെമ്പറേച്ചർ ഡിക്രീസ് ആവും, കോൾഡ് ഫ്ലൂയിഡിന് ടെമ്പറേച്ചർ ഗെയിൻ ആവും. കോൾഡ് ഫ്ലൂയിഡ് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് ആരോ മാർക്ക്, ഹോട്ട് ഫ്ലൂയിഡ് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് ആരോ മാർക്ക്. പിന്നെ ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പാരലൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടലുള്ള ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അങ്ങനെ രണ്ടും ഇതും പാരലലിയാണ് ഇത് ചെയ്ത്. ഇനി ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ക്രോസ് ചെയ്യാറ്, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾസിലൊക്കെ രണ്ട് ഫ്ലൂയിഡുകളും ക്രോസ് ചെയ്ത് പോകുന്നതിനെയാണ് ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയും. ഓക്കെ, ഇനി ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് വെച്ച് ക്ലാസിഫൈ ചെയ്തിരുന്ന 4 ടൈപ്പ് ഉണ്ട്. കോൺസെൻട്രിക് ട്യൂബ്. കോൺസെൻട്രിക് ട്യൂബ് പറഞ്ഞാൽ ഒരു ട്യൂബിനകത്ത് മറ്റൊരു ട്യൂബ്, ട്യൂബിനെറ്റ് ട്യൂബ് എന്ന് പറയും.
അല്ലെങ്കിൽ രണ്ടാമത്തത് ഷെൽ ആൻഡ് ട്യൂബ്, ഒരു ഷെല്ലും ട്യൂബും ഉള്ള ഇതാണ്. പിന്നെ മൾട്ടിപ്പിൾ ഷെൽ ആൻഡ് ട്യൂബ് പാസസ്, കാരണം ട്യൂബ് പാസ് കുറേ പാസുകൾ കൂടുന്നതാണ് മൾട്ടിപ്പിൾ ഷെൽ ആൻഡ് ട്യൂബ് പാസസ്. പിന്നെ കോമ്പാക്ട് ഹീറ്റ് എക്സ്ചേഞ്ചർ. പിന്നെ അതുപോലെ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഫ്ലൂയിഡ്, എന്നാൽ ഫിസിക്കൽ സ്റ്റേറ്റ് ചേഞ്ച് ആവുന്ന, ഇപ്പോൾ ഫേസ് ചേഞ്ച് നടക്കുന്ന രണ്ട് ഹീറ്റ് എക്സ്ചേഞ്ചറുകളാണ് കണ്ടൻസറും ഇവാപ്പറേറ്ററും. നമ്മൾ റെഫ്രിജറേഷനിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കണ്ടൻസറും ഇവാപ്പറേറ്ററും. കണ്ടൻസറിൽ ഗ്യാസ് ലിക്വിഡായിട്ട് മാറും, അപ്പോൾ ഫേസ് ചേഞ്ച് നടക്കും. അതുപോലെ ഇവാപ്പറേറ്റർ ലിക്വിഡ്, ഗ്യാസ്, വേപ്പർ, ലിക്വിഡ് വേപ്പറായിട്ട് മാറും ഇവാപ്പറേറ്ററിൽ. അപ്പോൾ അങ്ങനെ ഫേസ് ചേഞ്ച് നടക്കുന്ന ഫിസിക്കൽ സ്റ്റേറ്റിന് മാറ്റം വരുന്നതിനാണ് അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ്, LMTD. LMTD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ടെമ്പറേച്ചർ ഡിഫറൻസ് which if constant would give same rate of heat transfer actually occurs under variable conditions of temperature difference. കാരണം ടെമ്പറേച്ചർ ഡിഫറൻസ് ശരിക്ക് നമുക്ക് കാണാൻ പറ്റില്ല, ശരിക്ക് ഇതിൻ്റെ ആക്ച്വൽ ഡിഫറൻസ് അല്ല. അപ്പോൾ അതിന് പകരം ഉണ്ടാക്കിയ ഒരു ലോഗരിതമിക്കലി ഉണ്ടാക്കിയ ഒരു ഇതിനെയാണ് ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിലും കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിലും ഡിഫറെൻ്റ് ആണ്. THI minus TCI minus THO minus TCO divided by ln of THI minus TCO divided by ആണ് ഇവിടെയുള്ള ഈ ഫസ്റ്റ് ബ്രാക്കറ്റിലെ ഈ ടേമാണ് ഇവിടെ ന്യൂമറേറ്ററിൽ വന്നിട്ടുള്ളത്. ഇവിടെ സെക്കൻഡ് ടേമാണ് ഇവിടെ ഡിനോമിനേറ്ററിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഇതും. THI minus TCO ആണ് ഇവിടെ ന്യൂമറേറ്ററിൽ വന്നത്. THI minus TCO, THO minus TCO ഇവിടെ ഡിനോമിനേറ്ററിലാണ്. അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അത് എങ്ങനെയാണെന്ന് കാണാൻ സിമ്പിളാണ്, നമ്മളെ ആ ഫിഗറിൽ നോക്കിയാൽ മതി. ഇപ്പോൾ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ എടുക്കുകയാണെങ്കിൽ ഇത് ഡെൽറ്റ T1 ആയിട്ട് എടുക്കുക. ഈ THI മൈനസ് TCI എന്നുള്ളത് THI മൈനസ് TCI എന്നുള്ളത് ഡെൽറ്റ T1 ആയി എടുക്കുക. അതുപോലെ ഡെൽറ്റ T2 ആയിട്ട് THO മൈനസ് TCO എടുക്കുക. TH ഹോട്ട് ഫ്ലൂയിഡിൻ്റെ ഔട്ട് മൈനസ് കോൾഡ് ഫ്ലൂയിഡിൻ്റെ ഔട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ T1 മൈനസ് ഡെൽറ്റ T2 ഡിവൈഡ് ബൈ ln ഓഫ് ഡെൽറ്റ T1 ഡിവൈഡ് ബൈ ഡെൽറ്റ T2. ഇനി കൗണ്ടർ ഫ്ലോയും അതുപോലെ നമുക്ക് എഴുതാം. ഈ ഒരു സൈഡിലുള്ള ഇത് ഇവിടെ എന്താ വരിക? THI മൈനസ് TCO ആണ് ഡെൽറ്റ T1. THI മൈനസ് TCO ആണ് ഇവിടെ THO മൈനസ് TCI ആണ്. അപ്പോൾ ഇവിടെയും ഇത് ഡെൽറ്റ T1ഉം ഇത് ഡെൽറ്റ T2 ആയിട്ട് എടുത്താൽ ഡെൽറ്റ T1 മൈനസ് ഡെൽറ്റ T2 ഡിവൈഡ് ബൈ ln ഓഫ് ഡെൽറ്റ T1 ഡിവൈഡ് ബൈ ഡെൽറ്റ T2. ഓക്കെ, ആ ഡെൽറ്റ T1ൻ്റെയും ഡെൽറ്റ T2ൻ്റെയും വാല്യൂ കൗണ്ടറിലും പാരലിലും ചേഞ്ച് ആവുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.